പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാശിനാഥൻ തൻ്റെ അടവുകളുമായി മുന്നിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് വിവാഹം കഴിയണം. ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ തന്നെ. ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് പുതിയ നീക്കങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ കാശിനാഥൻ. ഈ കാര്യം ഇതേ തുടർന്ന് മനു അറിയാൻ ഇടയായതിനെ തുടർന്ന് മനുവാകെ ഞെട്ടിപ്പോകുന്നു. കാര്യങ്ങൾ കൈവിട്ട് പോകുമോ എന്ന് അറിയാതെ മനു നിൽക്കുമ്പോഴാണ് കാശിനാഥൻ മുന്നിലേക്ക് കടന്ന് വരുന്നത്. ഇതേ തുടർന്ന് മനുവിനോട് ഞാൻ അവളെ സ്വന്തമാക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഞാൻ ചെയ്യും. അതാണ് ഈ കാശിനാഥൻ്റെ മനസ്സിലായോ? എടാ, നീ എന്തൊക്കെ ചെയ്താലും നിനക്ക് അവളെ സ്വന്തമാക്കാൻ സാധിക്കുകയില്ല. കാരണം അവൾക്ക് നിന്റെ കള്ളതരം കൃത്യമായി അറിയാം എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിന്റെ സമയം വെറുതെ പാഴാക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് കാണാം. ഞാൻ അവളെ താലി കെട്ടി ഇതിലെ തന്നെ കൊണ്ടുപോകുന്നത് നീ കണ്ടു നിൽക്കും. ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. ഞാൻ കാശിനാഥൻ ആഗ്രഹിച്ച പെണ്ണ അവൾ, നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഇതേ സമയം ഇനി എന്തു ചെയ്യും? ഗംഗയോടും അതുപോലെ തന്നെ യമുനയോടും എങ്ങനെയാണ് കാര്യങ്ങൾ പറയുക എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ മനു. പക്ഷേ ഇതേ തുടർന്നാണ് മനുവിനെ കാണുന്നതിനായി വൈഗ കയറി വരുന്നത്. അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് വൈഗ മനുവിനോട് കാര്യങ്ങൾ പറയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്താണ് മനസ്സിൽ? സത്യങ്ങൾ എനിക്ക് അറിഞ്ഞേ മതിയാകൂ. എന്നെ വിവാഹം കഴിക്കാൻ കൃഷ്ണയ്ക്ക് സാധിക്കുകയില്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് എന്ത് മറുപടി പറയും എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് മനു. ഞാൻ കൃഷ്ണയല്ല, കൃഷ്ണയുടെ രൂപസാദൃശ്യമുള്ള മനുവാണ് എന്നുള്ള സത്യം എങ്ങനെയാണ് ഇവളെ പറഞ്ഞ് മനസ്സിലാക്കുക? വൈഗയോട് സത്യങ്ങൾ പറഞ്ഞാൽ അവൾ അത് അംഗീകരിക്കാൻ തയ്യാറാകുമോ മുതലായ ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് മനുവാകെ പകച്ചു പോയിരിക്കുകയാണ്. പക്ഷേ അവളുടെ മനസ്സ് വേദനിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ പറയുന്നതിനായി മുന്നിലേക്ക് കടന്ന് വരുന്ന മനു, വൈഗ, നീ വിചാരിക്കുന്നത് പോലെ കൃഷ്ണ അല്ല ഞാൻ. കൃഷ്ണയുടെ മുഖസാദൃശ്യമുള്ള മനുവാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. അല്ലാതെ നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടൊന്നുമല്ല. കാര്യങ്ങൾ നീ മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് വൈഗ ആകെ മാനസികമായി തകർന്ന് പോയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.